വീട്ടിൽ ഉപ്പ ഗൾഫിലല്ലത്. ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഒരു 1:30 മണിയാകുമ്പത്തിന് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ ജ്യേഷ്ഠൻ്റെ ഉമ്മ ഉണ്ട്. അപ്പോൾ എൻ്റെ എളാമാൻ്റെ മോനാണ് ശരിക്കും ഇതിൽ ഇത് പറ്റിയിട്ടുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്. ആനശല്യം ഡെയിലി ഉണ്ട്. ഡെയിലി പറഞ്ഞാൽ ഒന്നരാടം കൂടുമ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ 2-3 മാസമായിട്ട് ശല്യം വളരെ കൂടുതലാണ്. ഒരാന അല്ലെങ്കിൽ ഒരാന അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നു. ഒരുപാട് ആന ശല്യം ഉണ്ട്. അല്ല, എന്തായാലും ഒരു 8-9 മണിയാകുമ്പോഴത്തേന് എന്തായാലും ടൗണ് ഓരോ ആവശ്യത്തിനായിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പള്ളിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അന്നവർ ഹോസ്പിറ്റൽ കേസോ ഇതോ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബത്തേരി വരണം, അല്ലെങ്കിൽ ഗൂഡല്ലൂർ പോകണം. ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ബത്തേരിയാണ് ഞങ്ങൾ വരാറുള്ളത്. എന്തായാലും ഈ ആനക്കാട്ട് കൂടെ തന്നെ ഞങ്ങൾ വരണം. വരുന്ന ആൾ തന്നെയാണ്. കാരണം കുട്ടികളെ കൂടെ വരും. അല്ല, കൂടുതലായിട്ട് ഇത് ഈ പെരുന്നാളായിട്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അത് കൂടുതൽ ടൈമൊന്നും ആയിട്ടില്ല. കറക്റ്റ് ഒരു 7 മണി സമയത്താണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഓവർ ലേറ്റ് ആയിട്ടില്ല. 7 മണിയാകുമ്പത്തിന് പറഞ്ഞാൽ ജനങ്ങളും വണ്ടികളൊക്കെ കൂടുതൽ പാസ് ചെയ്യുന്ന ഇടയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത്. അറിഞ്ഞത് പറഞ്ഞാൽ ജനങ്ങൾ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരും വരൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു. പെട്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു വണ്ടിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടീനെ ഇങ്ങനെ ആന അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി. എങ്ങനെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴ്ചയില്ല. അത്രേ ഉള്ളൂ. അതിപ്പോൾ ടൗണിക്ക് ഏകദേശം പാക്കണ ചെറിയൊരു അങ്ങാടിയാണ്. ആ ടൗണിക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.